നീണ്ട 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ ഈശ്വർ ജയിലിന് പുറത്തേക്ക് വരുന്ന നിമിഷം ഒരു വിവാദപരമായ തടവിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പൊതുദർശനമായിരുന്നു. നിയമോപദേശവും വ്യക്തിപരമായ നിലപാടുകളും തമ്മിലുള്ള സംഘർഷം മുതൽ പ്രകടമായി. 2 കൂടുകളിലായി തന്റെ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രാഹുലിന്റെ ദൃശ്യങ്ങൾ കാഴ്ചയിൽ ഹൃദയഭേദകമായിരുന്നു. പുറത്ത് അദ്ദേഹത്തിനായി ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു. എന്നാൽ ഈ സ്വീകരണത്തിന്റെ സ്വഭാവം അവിടെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകരിൽ ചിരി പടർത്തുന്ന ഒന്നായിരുന്നു. കുറെ പുരുഷാവകാശ സംഘടനകളുടെ തലവനായ വട്ടിയൂർക്കാവ് അജിത് കുമാറാണ് ഈ സ്വീകരണത്തിന് നേതൃത്വം നൽകിയത്. സ്വീകരണത്തിൽ പങ്കെടുത്തവരിൽ പലരും വിവിധ കേസുകളിൽ പ്രതികളായിരുന്നു. ഈ പൊതുപ്രകടനത്തിന് വിപരീതമായി രാഹുലിന്റെ മോചനത്തിനായി കഴിഞ്ഞ 16 ദിവസമായി കോടതിയിലും വക്കീൽ ഓഫീസുകളിലും കണ്ണീരോടെ കയറിയിറങ്ങിയ ഭാര്യയും അമ്മയും അദ്ദേഹത്തെ അഭിഭാഷകന്റെ അടുത്തേക്ക് നേരിട്ട് കൊണ്ടുപോകാനായി മറ്റൊരിടത്ത് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ അവരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു നേരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഈ പ്രവൃത്തി അദ്ദേഹം പുറത്തിറങ്ങിയ കർശനമായ ജാമ്യ വ്യവസ്ഥകളുടെ ഗൗരവത്തെ അവഗണിക്കുന്നതിന്റെ ആദ്യ സൂചനയായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന് അനുവദിച്ച ജാമ്യത്തിലെ വ്യവസ്ഥകൾ അസാധാരണമാം വിധം കർശനമായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻകാല പെരുമാറ്റത്തെ കോടതി എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. ജാമ്യം ലഭിച്ചയുടൻ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കേസിൽ അങ്ങനെ കണ്ടീഷൻ പറഞ്ഞാണ് പ്രശാന്തൻ അങ്ങനെയാണ് പ്രശാന്തനോട്. ഹലോ ആണല്ലേ? ഉണ്ട് പറയണ്ട. കോടതി മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥകൾ ഇതായിരുന്നു. സാധാരണ ജാമ്യ നടപടികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് 2 ജാമ്യക്കാർ ഇരയെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നത് സാധാരണ ജാമ്യവ്യവസ്ഥകൾ പെട്ട ഒന്നാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാൻ പാടില്ല, അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നതും ഒരു അടിസ്ഥാന വ്യവസ്ഥയാണ്. മറ്റു കുറ്റങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. ഈ വ്യവസ്ഥ അങ്ങേയറ്റം കർശനമായിരുന്നു. മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ ബെയിൽ റദ്ദു ചെയ്യും എന്ന് എടുത്തു പറഞ്ഞിരുന്നു എന്ന് കോടതിയുടെ അസാധാരണമായ ഒരു താക്കീതായിരുന്നു. സാധാരണയായി വ്യവസ്ഥ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാറുണ്ടെങ്കിലും റദ്ദു ചെയ്യും എന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് വളരെ വിരളമാണ്. ജാമ്യ വ്യവസ്ഥകൾ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഉടനടി ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാമെന്നും അത്തരം അപേക്ഷകൾ ഗൗരവമായി പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടുക, പാസ്പോർട്ട് സമർപ്പിക്കുക തുടങ്ങിയ സാധാരണയായി കണ്ടുവരുന്ന കർശന വ്യവസ്ഥകൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. പകരം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെയും പരസ്യ പ്രസ്താവനകളെയും നിയന്ത്രിക്കുന്നതിലായിരുന്നു കോടതിയുടെ ശ്രദ്ധ. ഈ കടുത്ത നിയന്ത്രണങ്ങളെല്ലാം നിലനിൽക്കെയാണ് മോചിതനായ ഉടൻ തന്നെ രാഹുൽ ഈശ്വർ അവയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പെരുമാറിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് അഭിഭാഷകൻ നൽകിയ മിണ്ടരുതേ എന്ന കർശന നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ തന്റെ പ്രതികരണം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ നിയമപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്ന അതേ പിടിവാശി ആ നിമിഷത്തിലും പ്രകടമായി. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കുറിപ്പ് വായിച്ചാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും അധികം വൈകാതെ അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വിലക്കപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഇവയായിരുന്നു. തനിക്ക് നോട്ടീസ് നൽകാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും എന്നാൽ നോട്ടീസ് നൽകിയെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കള്ളം പറഞ്ഞതെന്നും അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തന്നെ ജയിലിലിടാൻ ഒരു ഗൂഢാലോചന നടന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. ശബരിമല, സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രചാരണം നടത്തുന്നത് തടയുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കിടെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി. സംസാരം നിർത്താൻ ആവശ്യപ്പെട്ട് ഭാര്യ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ്. ഇതിനിടെ അഭിഭാഷകന്റെ ഫോൺ കോൾ വന്നു. അഭിഭാഷകൻ കർശനമായി സംസാരിക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശരി, ഓക്കെ, ഒന്നും പറയുന്നില്ല എന്ന് രാഹുൽ സമ്മതിച്ചെങ്കിലും ഫോൺ വെച്ച ഉടൻ സംസാരം തുടർന്നു. ദിലീപ് കേസ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ വിലക്കുള്ളതിനാൽ 85 ദിവസം ജയിലിൽ കിടന്ന പ്രതി എന്നിങ്ങനെയുള്ള പരോക്ഷമായ പരാമർശങ്ങളിലൂടെ അദ്ദേഹം നിയമത്തിന്റെ നൂൽപഴുതുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. ഈ അച്ചടക്കമില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ 16 ദിവസത്തെ ജയിൽവാസത്തിന് നയിച്ചതെന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നതായിരുന്നു ഈ സംഭവങ്ങൾ. ഒരുപക്ഷെ ഇത്രയും ദീർഘമായ
അർഹമായ റിമാൻഡ് കാലാവധി ആവശ്യമില്ലാത്തൊരു കുറ്റത്തിന് രാഹുൽ ഈശ്വർ എന്തിന് 16 ദിവസം ജയിലിൽ കഴിഞ്ഞു എന്ന ചോദ്യം പ്രസക്തമാണ്. കേസിന്റെ നിയമപരമായ വശങ്ങൾക്കപ്പുറം പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് വിശകലനം വ്യക്തമാക്കുന്നത്. ഒന്ന്, രാഹുലിന്റെ പിടിവാശിയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പിടിവാശിയും അച്ചടക്കമില്ലായ്മയും നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയുമാണ് പ്രധാന കാരണം. രാഹുലിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുകയാണ്. രാഹുലിന്റെ പൊതുവേദികളിലെയും സോഷ്യൽ മീഡിയകളിലെയും പ്രസ്താവനകളും വീഡിയോകളും സ്ത്രീ വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോകൾ കാണുന്ന ഒരു കോടതിക്കും, പ്രത്യേകിച്ച് ജഡ്ജ് സ്ത്രീയാണെങ്കിൽ, ജാമ്യം കൊടുക്കാൻ തോന്നിയില്ലെങ്കിൽ നമുക്ക് ജഡ്ജിയെ കുറ്റം പറയാൻ പറ്റില്ല. പോലീസ്, സർക്കാർ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നിവ ചേർന്ന് വ്യവസ്ഥിതിക്ക് രാഹുൽ ജയിലിനുള്ളിൽ തുടരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു. കാരണം സെൻസിറ്റീവായ പല വിഷയങ്ങളിലും അദ്ദേഹം വ്യവസ്ഥിതിയുടെ പൊതുധാരണകളെ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. ഈ വെല്ലുവിളിയെ താൽക്കാലികമായി നിശബ്ദമാക്കാൻ അദ്ദേഹത്തിന്റെ ജയിലിൽ നിർത്തുന്നത് അവർക്ക് ആവശ്യമായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജയിൽവാസം 16 ദിവസത്തേക്ക് നീണ്ടുപോയത്. എന്നാൽ ഈ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് കൂടുതൽ ഗുരുതരമായേക്കാം എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹത്തിന്റെ മോചനത്തിന് ശേഷമുള്ള പെരുമാറ്റം നൽകുന്നത്. രാഹുൽ ഈശ്വറിന്റെ പോരാട്ടങ്ങളെ ബഹുമാനിക്കുന്നവർ ഉണ്ടാകാം, എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന രീതികൾ ആത്മഹത്യാപരവും വ്യവസ്ഥയോടുള്ള അവഗണന വ്യക്തമാക്കുന്നതുമാണ്. അദ്ദേഹത്തിന്റെ 16 ദിവസത്തെ ജയിൽവാസം കേവലം ഒരു ശിക്ഷയായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ അച്ചടക്കം പഠിപ്പിക്കാൻ നിയമ സംവിധാനം നടത്തിയ ഒരു കൂടിയായിരുന്നു. എന്നിട്ടും മോചിതനായ നിമിഷം മുതൽ അദ്ദേഹം പ്രകടിപ്പിച്ചത് ആ പാഠം പഠിക്കാൻ തയ്യാറായില്ല എന്നതിന്റെ സൂചനകളാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനോടുള്ള അഭ്യർത്ഥന ഇതാണ്: ദയവായി അടങ്ങുക, കോടതിയും നിയമ സംവിധാനങ്ങൾക്കും വഴങ്ങുക. തുടർന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും അച്ചടക്കമില്ലായ്മ പ്രകടിപ്പിക്കുകയും ചെയ്താൽ അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ അച്ചടക്കം പഠിപ്പിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ശ്രമിച്ചേക്കാം. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, താങ്കൾ ഒരിക്കൽ കൂടി ജയിലിൽ പോകുന്നത് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. കുറച്ചുകൂടി അച്ചടക്കവും നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള ആദരവും ദയവായി പുലർത്തുക. നന്ദി.